സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 274 കോടി രൂപയാണ് സൈബർ തട്ടിപ്പ് വഴി നഷ്ടമായത്. അതിൽ 71 കോടി രൂപ മാത്രമേ ഇതുവരെ തിരികെ പിരിച്ചെടുത്തിട്ടുള്ളൂ. ഇതുവരെ 18,300 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ മലപ്പുറം 7,200, പാലക്കാട് 4,600, മറ്റ് ജില്ലകളിൽ നിന്നുമുണ്ട് പരാതികൾ. ഇവയാണ് കൂടുതൽ പരാതികൾ. ഇനി സൈബർ തട്ടിപ്പ് കേസിൽ തിരിച്ചു പിടിക്കുന്ന തുക 50,000-ൽ കുറവാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ വഴി ലഭിക്കും. കൂടുതലാണെങ്കിൽ എങ്ങനെ ലഭിക്കുമെന്ന് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഇന്നലെ ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണത്. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നു എന്ന് വ്യക്തം. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, നാം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി ചില നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുകയാണ്. സ്വർണമായും പണമായും ലാൻഡായും വസ്തുക്കളായും ഒക്കെ. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. അതായത് നമ്മുടെ ഹൃദയം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലാണോ, സ്വർണ്ണ ലോക്കറുകളിലാണോ, നമ്മുടേതായ ആഡംബര വസ്തുക്കളിലാണോ, നമ്മുടേതായ സുഖഭോഗങ്ങളിലാണോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാര്യം വളരെ സിമ്പിളാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന നിക്ഷേപം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വേറെ എങ്ങും പോയില്ല, അവിടെ ആയിരിക്കും. കൂടെയുള്ളവരെ സഹായിക്കുന്ന നിക്ഷേപം ഉണ്ടെങ്കിൽ, നല്ല പ്രവൃത്തികളുടെ നിക്ഷേപം, നല്ല കുടുംബമാകുന്ന നിക്ഷേപം, നല്ല മാതൃകയാകുന്ന നിക്ഷേപം, നല്ല ബന്ധങ്ങളാകുന്ന നിക്ഷേപം, നല്ല അറിവുകളുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ ഇവയാണ് ദൈവീകമായ നിക്ഷേപങ്ങൾ. ഇവയാണ് എന്നും നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾ. ഈ നിക്ഷേപങ്ങളുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പ്രകാശമായി മാറും. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നിങ്ങളുടെ ഹൃദയം എവിടെയാണ് എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ആമേൻ.